കൈക്കൂലി വാങ്ങാൻ ഏജന്റുമാർ ഒരു മാസത്തെ കിമ്പളം 3 ലക്ഷം. പാവങ്ങളെ കൊള്ളയടിച്ച് കിട്ടുന്ന പണം കൊണ്ട് കൊച്ചിയിൽ ആഡംബര ഫ്ളാറ്റും തൃശ്ശൂരിൽ വീടും സ്വന്തം. കൊച്ചിയിൽ വിജിലൻസിന്റെ പിടിയിലായ സ്വപ്ന ആള് ചില്ലറക്കാരിയല്ല. എന്നാൽ താനാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ ഏറ്റവും കുറവ് കൈക്കൂലി വാങ്ങുന്നതെന്നാണ് അവർ വിജിലൻസിന് മൊഴി നൽകിയത്. ബിൽഡിംഗ് ഇൻസ്പെക്ടർമാർ കൂട്ടമായി കൈക്കൂലി വാങ്ങി വീതം വെക്കാറുണ്ടെന്നും കൈക്കൂലിക്ക് കൊച്ചിൻ കോർപ്പറേഷനിൽ പ്രത്യേക റേറ്റ് നിലവിലുണ്ടെന്നും മൊഴിയിൽ പറയുന്നു. സ്വപ്നയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിനും വിജിലൻസ് തയ്യാറെടുക്കുകയാണ്. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയുടെ സ്വത്ത് സംബന്ധിച്ച വിജിലൻസ് അന്വേഷണം തുടങ്ങി. സ്വപ്നയുടെ മണ്ണുത്തിലെ വീട്, കൊച്ചിയിലെ ഫ്ളാറ്റ് എന്നിവിടങ്ങളിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി. കോർപ്പറേഷൻ വൈറ്റ്ല സോണൽ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ സമീപകാലത്ത് സ്വപ്ന അനുവദിച്ച പെർമിറ്റുകളുടെ നിരവധി രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തു. ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയുടെ കൈക്കൂലി വരുമാനം മാസം 3 ലക്ഷം രൂപയെന്നാണ് സൂചന. കൈക്കൂലി പണം ഉപയോഗിച്ച് ഇവർ വീടും സ്ഥലവും വാങ്ങിയതായി കണ്ടെത്തി. താനാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ ഏറ്റവും കുറവ് കൈക്കൂലി വാങ്ങുന്നതെന്നാണ് സ്വപ്ന മൊഴി നൽകിയത്. ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും കൈക്കൂലിക്കാരാണ്. ബിൽഡിംഗ് ഇൻസ്പെക്ടർമാർ കൂട്ടമായി കൈക്കൂലി വാങ്ങി വീതം വെക്കാറുണ്ടെന്നും കൈക്കൂലിക്ക് കൊച്ചിൻ കോർപ്പറേഷനിൽ പ്രത്യേക റേറ്റ് നിലവിലുണ്ടെന്നും സ്വപ്ന മൊഴിയിൽ പറയുന്നു. കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയ്ക്കെതിരെ വ്യാപകമായി പരാതി ലഭിച്ചിരുന്നതായി വിജിലൻസ് പറയുന്നു. 4 മാസത്തിലധികമായി വിജിലൻസ് സ്വപ്നയുടെ പിന്നാലെയായിരുന്നു. ഏജന്റുമാർ വഴി പണം വാങ്ങുന്നതിനാൽ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിക്കാനായില്ല. ഒടുവിൽ എറണാകുളം സ്വദേശി 5 നില കെട്ടിടം നിർമ്മിക്കുന്നതിന് പെർമിറ്റ് തേടിയെത്തിയപ്പോൾ കൈക്കൂലി ആവശ്യപ്പെട്ടതോടെയാണ് ഇവരെ കുടുക്കാനുള്ള പദ്ധതികൾ വിജിലൻസ് രൂപം നൽകിയത്. തൃശൂരിലേക്ക് പോകുന്നതിനിടെ പണം വാങ്ങാനായിരുന്നു തീരുമാനം. അതിൽ തന്നെ പലതവണ ഇവർ പണം വാങ്ങുന്നതിനുള്ള സ്ഥലം മാറ്റിക്കൊണ്ടിരുന്നു. സ്വപ്ന പറഞ്ഞ 3 വിജിലൻസ് നൽകിയ പണവുമായി കെട്ടിട ഉടമ എത്തിയെങ്കിലും സ്വപ്ന വന്നില്ല. വൈറ്റില പൊന്നുരുന്നി പാലത്തിനടുത്തെത്താൻ നിർദ്ദേശിച്ചു. അവിടെ എത്തി പണം കൈമാറുന്നതിനിടെ വിജിലൻസ് സ്വപ്നയെ പിടികൂടി. വിജിലൻസ് സംസ്ഥാന തലത്തിൽ തയ്യാറാക്കിയ അഴിമതിക്കാരുടെ പട്ടികയിലും ഇവർ ഉൾപ്പെട്ടിരുന്നു. സാധാരണ വിശ്വസ്തരായ ഏജന്റുമാരാണ് സ്വപ്നയ്ക്ക് വേണ്ടി പണം വാങ്ങാറുള്ളതെന്ന് വിജിലൻസ് പറയുന്നു. കെട്ടിട നിർമ്മാണ പെർമിറ്റിന് സ്വന്തം കാറിൽ വന്ന് 15,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ബുധനാഴ്ച തൃശൂർ മണ്ണുത്തി പൊള്ളന്നൂർ സ്വദേശി സ്വപ്ന വിജിലൻസിന്റെ പിടിയിലായത്. എറണാകുളം സ്വദേശിയുടെ പരാതിയിലായിരുന്നു അറസ്റ്റ്. തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ സ്വപ്നയെ നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സ്വപ്നയെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട വിജിലൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.